ഇന്നലെ ചെയ്ത അതേ സംഭവം തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്നലെ ഒരു ലേസ് ചെയ്തോളൂ, ഇന്ന് ഞങ്ങൾ 3 ഫ്ലേവറിലുള്ള ലേസാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം പൊട്ടിച്ചിട്ട് ഈ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ചുമലയും പിന്നെ ഇനി നമുക്കെല്ലാം ഒന്ന് മിക്സ്. ചുമല, മഞ്ഞ, പച്ച എന്നീ കളറുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നടുക്ക് ഒരു കുഴി കുഴിക്കും. കുഴി കുഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ലെയർ ഉള്ളി ഇടണം. നമുക്ക് നാരങ്ങ നല്ലതായിട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കണം, എല്ലായിടത്തും വിലപിക്കണം. എന്നിട്ട് അതിന് ശേഷം എല്ലായിടത്തും ഒന്ന് നമുക്ക് നടുക്ക് മാത്രമല്ല എല്ലായിടത്തും ഒന്ന് വിലപിച്ച് കൊടുക്കാം. ഉള്ളി സവാളയാണ്, ഇതാണ് നമ്മുടെ ഉള്ളി എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ വെച്ച്. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി കൂടെ ഉണ്ട്, ഉള്ളി ഒരുപാടുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. എല്ലാത്തിൽ നിന്നും ഞാൻ ഓരോ ഇത് എടുത്ത് കാണിച്ചു തരാം. ഈ 3 കളറാണ് വരുന്നത്. എല്ലാരും വിചാരിക്കും ഞങ്ങൾ പച്ച 2 എടുത്തത്, പക്ഷെ സോൾട്ട് ഫ്ലേവറും മയണൈസ് ഫ്ലേവറുമാണ്. ഇത് എല്ലാരും കണ്ടോ, രണ്ടും വേറെ വേറെ ഫ്ലേവറാണ് എല്ലാം വരുന്നത്. പച്ച കളറാണ് ക്യാമറയിൽ കാണുമ്പോൾ. നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. ഇപ്പൊ സെറ്റായെന്ന് തോന്നുന്നു, കുറച്ചൊക്കെ സെറ്റായി. നമുക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം, അപ്പൊ ഞങ്ങളുടെ ഇവിടെ നാരങ്ങ വെള്ളം ഉണ്ട്, ചോദിക്കുന്ന കുറച്ച് ഇരിക്കട്ടെ. നമ്മൾ നാരങ്ങ വെള്ളം ഒഴിച്ചിരിക്കുന്നു. നമ്മുടെ കയ്യിൽ നാരങ്ങ വെള്ളമാണെന്ന്, പക്ഷെ എൻ്റെ തീർന്നിരിക്കുന്ന കുറച്ചുകൊണ്ട് കടിയിൽ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ക്ഷീണം ചൂടൊക്കെ മാറാൻ നല്ലത് ഉപ്പാണ്. മധുരമിട്ട ഷുഗറും വരും, നമുക്ക് നല്ലതല്ല. ഇതാണ് നല്ലത്. എല്ലുപൊടിയൊക്കെ ചേർക്കുന്നതാണ് മധുരത്തിൽ, അതുകൊണ്ട് നമുക്കത് നല്ലതല്ല. ചിലതിലെ കരിമ്പൊക്കെ ചേർക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മിക്സിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. മിക്സിങ് തീർന്നിട്ടില്ല. തീർന്നു മതി. കുറച്ചും കൂടെ ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടച്ചിട്ട് കാണാം. നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നു. ഇനി ഈ പാത്രത്തിലോട്ട് ഈ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. അപ്പൊ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. അരിഞ്ഞ ലൈസ് 3 കിട്ടിയാൽ ഇപ്പൊ അവിടെ ഇട്ടിട്ടുണ്ട്. കൈയിട്ട് ഇട്ടോ. ഇപ്പൊ നല്ലപോലെ ഇങ്ങനെ ഒരു ഞെക്കുന്ന ഒരു പരുവമാണ്. ഇപ്പൊ നമുക്ക് വടിച്ചെടുക്കാം. നല്ലൊരു അടിപൊളി ഒരു ബാറ്ററാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അടിപൊളി ടേസ്റ്റ് ആണ്, പറയാനിരിക്കാൻ വരും. അടിപൊളി. ഈ ചുമലയുടെ ഇച്ചിരി ഫ്ലേവർ ഇടയ്ക്ക് കയറി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. നാരങ്ങയുടെ ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ എടുത്ത് പറയാനുള്ളതുണ്ട്. ചുമലയുടെ ഉള്ളിയുടെയാണ് കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. ചെറിയ പുളിപ്പ്, ഉപ്പ്, ഇപ്പം നല്ല നെങ്ങുന്ന പരുവായിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നാരങ്ങയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കുറച്ചൊക്കെ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ലൈസ് എന്താ 10 മേടിക്കും അത്ര ലാഭമല്ലേ. എന്നാലും ഇത് ചെയ്യില്ല, ഞങ്ങൾ ചുമ്മാ എന്റർടൈൻമെന്റ് പർപ്പസിനാണ് ചെയ്തത്. അത് ലൈസ് അത്ര നല്ലതൊന്നും അല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറുക്കുറ വെച്ചതൊന്ന് ടെസ്റ്റ് എടുക്കുന്നതായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.